വാട്സ്ആപ്പ് യൂട്യൂബ് വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ ഇന്ന് നമ്മുടെ മൈക്കിൾ നമ്മുടെ MJൻ്റെ പുതിയ മൂവി കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണിത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ ടേക്ക്, അത് മാത്രമാണ് ഈ റിവ്യൂ. അപ്പോൾ ബേസിക്കലി ഇത് നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെ ഒരു ബയോപിക്കാണ്. നമ്മുടെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞ് MJ ടു ദി വേൾഡ് ഫേമസ്. ബേസിക്കലി ഹീസ് കിങ് ഓഫ് ഹിപ്പ് ഹോപ്പ് അല്ലേ എന്ന് പറയുമ്പം ഇങ്ങനൊരു ഇത്രയും കഴിവുള്ള ഒരാൾ ഇനി വരാനുള്ള കാര്യം സംശയകരമാണ്. ഇതുവരെ ഇല്ല, ലെജൻഡ്. അപ്പോൾ ആ ഒരു പുള്ളിയുടെ ആ ഒരു ജേണി, ആ ഒരു ബ്രാൻഡ്, ആ ഒരു MJ എന്നൊരു ബ്രാൻഡ് ഉണ്ടായ സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ലിറ്ററലി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആ മൂവീൻ്റെ ഓരോ ബിറ്റും എൻജോയ് ചെയ്തു. ഞാനൊരു ഡൈ ഹാർഡ് ഫാനോ ഒന്നുമല്ല, എനിക്ക് പുള്ളിനെ ഇഷ്ടമാണ്. ഒരുപാട് കോൺട്രവേഴ്സീസും എല്ലാം നടക്കുന്നും പറയുന്നല്ലാണ്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദാറ്റ്. എനിക്ക് പുള്ളിനെ ഇഷ്ടമാണ്. അത് മാത്രമല്ല, ആ പുള്ളിൻ്റെ ആ ഒരു ഡാൻസ് മൂവ്സൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ഒരു കഴിവ് അപാരമാണത്. പിന്നെ ആ ഒരു ഈ ഫിലിമിൽ ചില ഭാഗത്തൊരു നമ്മുടെ മൂൺ വാക്കില്ലേ, അതിൻ്റെ ചില സീൻസൊക്കെ കാണിച്ചപ്പോൾ ഗൈസ് കിളിപോയി, രോമാഞ്ചം വന്നത്. അത്രയ്ക്ക് മൂവി ആബ്സല്യൂട്ട്ലി പോളി മേക്കിംഗ് എന്ന് വെച്ചാൽ ഒരു വാക്കുമില്ല. സൗണ്ട് ഡിസൈനിങ് ആയിക്കോട്ടെ, എന്താ പറയുക, എല്ലാം എന്ന് വെച്ചാൽ 10 out of 10. പിന്നെ ആകെപ്പാടൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ തോന്നി. ലാസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിർത്തിവിടെ തോന്നി. അതൊഴിച്ചാൽ അത് ചിലപ്പം അതിനെന്തെങ്കിലും കാരണം കാണും, ഇവർ മുന്നോട്ട് കൊണ്ടുപോകാത്ത എന്തെങ്കിലും കാരണം കാണും. കാരണം പിന്നീടുള്ള ലൈഫ് കുറച്ച് കോൺട്രവേഴ്സി ആയിരുന്നല്ലോ. അതുപോലെ ഗൈസ് ഇനി ഇതിനൊരു സീക്വൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ബിക്കോസ് അവർ മൈക്കിൾ അല്ലെങ്കിൽ MJ വിൽ ബി ബാക്ക് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു മൂവി പോസ്റ്റ് ക്രെഡിറ്റ് ഇല്ല, ആ ഒരു തീരുന്നതിന് മുന്നേ കാണിച്ചേ. പിന്നെ അപ്പം ഓവറോൾ എക്സ്പീരിയൻസ് അതിമനോഹരമായിരുന്നു. വൺസ് അഗെയിൻ ഞാനൊരു ഡൈ ഹാർഡ് ഫാനോ ഒന്നുമല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യൻ. പക്ഷേ ഐ ലൈക്ക് ഹിം ബിക്കോസ് ഹീസ് എ ലെജൻഡ്, ഹീസ് എ ഗോട്ട്. അതിലൊരു തർക്കമില്ല ആ വിഷയത്തിൽ. അപ്പം പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ അവസാനത്തെ പുള്ളി ഒരു പെർഫോമൻസ് ഉണ്ട്, ഒരു സ്റ്റേജ് പെർഫോമൻസ്. അത് എൻ്റെ മോനെ, എവറി പെന്നി വാസ് വർത്ത്. ഞാൻ ചിലവാക്കിയ ഓരോ പൈസയും എനിക്ക് അന്നാണ് എടുത്തു പറയേണ്ട ഗൈസ്. ഈ ഒരു മൂവീൻ്റെ സൗണ്ട് ഡിസൈനിങ് ഉണ്ടല്ലോ, അത് കിട്ടില്ല. ഓരോ ഭാഗത്തും വെച്ചാൽ നമ്മളതിലുള്ള പോലെ തോന്നി. ഞാൻ ആ മൂവീൻ്റെ ഒരു പാട്ടാണെന്ന് തോന്നി എനിക്ക്, മനസ്സിലായില്ലേ. പിന്നെ നമ്മുടെ ജാഫർ ജാക്സൺ പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ശരിക്കും നമ്മുടെ MJ വന്ന് പെർഫോം ചെയ്യുന്ന പോലെയായിരുന്നു ആ ഒരു ഫുൾ ഓൺ മൂവി. അദ്ദേഹത്തിൻ്റെ അഭിനയം, നോ വേർഡ്സ്. വൺസ് അഗെയിൻ ഭയങ്കര അഭിനയം, പോളി പെർഫോമൻസ്. ലിറ്ററലി MJ ആണ് പുള്ളി. ആ ഒരു മൂവ്സും ആ ഒരു എനർജി ഉണ്ടല്ലോ പുള്ളി ഇത് കൊണ്ടുവരാൻ പറ്റി. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങേരാണ്, ആൻറ്റോയിനി ഫൊക്വ, പുള്ളിയാണ് ഡയറക്ടർ വന്നിട്ട്. പിന്നെ ഗൈസ് അതെനിക്ക് പറയാനുള്ളത്, ജാഫർ ജാക്സൺ കലക്കി. വോയിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുള്ളീൻ്റെ ആ ഒരു എനർജി ആയിക്കോട്ടെ, ആ ഒരു മൂവ്സൊക്കെ അത് തന്നെയാണ്. പിന്നെ ബേസിക്കലി എന്നെ പോലത്തെ, ബിക്കോസ് നമ്മളൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പോയി. അതായത് നമ്മളൊക്കെ എൻ്റെ ഒരു 10-12 വയസ്സിലാണ് പുള്ളി മരിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ നമുക്ക് പുള്ളിയെക്കുറിച്ച് വലിയൊരു പിടിപാടില്ല, പുള്ളി കയറി വന്ന് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അതൊന്നും, കാരണം നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് പിടികിട്ടും പുള്ളിയുടെ ആ ഒരു അന്തകാലത്ത് ഗൈസ്. ആ ഒരു ആൾക്കാർ, നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ റീൽസിൽ വൈറലാണ് ഗൈസ്. എനിക്കറിയില്ല ഏത് ആർട്ടിസ്റ്റാണെന്ന്. പുള്ളിക്കാരി സ്റ്റേജിൽ നിന്ന് ചാടി വന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇതല്ല ഇതിന് മുന്നൊരാൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് ഒരു ഞാൻ വേർക്കുന്നുണ്ട്, കാരണം കറണ്ട് പോയി ഇവിടെ. ആ റീലിൽ കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ MJ ചാടി വരുമ്പോൾ ആൾക്കാർ കിറങ്ങി വീഴുന്നതിന്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത്രയും സംഭവമായിരുന്നു അത് ഈ മൂവി കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ അങ്ങനെ പുള്ളീൻ്റെ ബയോ ഒന്നും ഒക്കെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി വൈ എന്നുള്ള കാര്യം. അപ്പോൾ ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഔട്ട് സൈഡ് 9.5 out of 10. ഞാൻ പറഞ്ഞ നെഗറ്റീവ് ലാസ്റ്റ് പെട്ടെന്ന് നിർത്തിയെന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല മോശമായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പം പുള്ളിന് ഇഷ്ടമല്ല, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ വെറുതെ പൈസ ഒന്നും കാണേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് പോയിൻറ്റ്ലെസ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഡൈ ഹാർഡ് ഫാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് പുള്ളിനെ, എന്നെ പോലെ കുഴപ്പമില്ല, ലൈക്സ് ഹിം ബിക്കോസ് ഇസ് എ ലെജൻഡ്.
പോയി കാണുക. ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ്. അത് മാത്രമല്ല നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ അത്രയുള്ള ഗൈസ് എൻ്റെ ടേക്കാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇനിയും ഇതുപോലുള്ള മൂവി റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ.